ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ആഗോള വേദിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കനത്ത മഴയിൽ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കർഷകർക്ക് മോദി സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി. ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞ് 13 ഇന്ത്യക്കാരടക്കം 16 ജീവനക്കാരെ കാണാതായി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള വേദിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണികളിൽ പ്രിയമേറുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ നിർമ്മിത സൈക്കിളുകൾ യുകെ, ജർമ്മനി, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. ബീഹാറിൽ നിർമ്മിച്ച ബൂട്ടുകൾ റഷ്യൻ സൈനിക വേഷത്തിന്റെ ഭാഗമായതായും ശ്രീ മോദി പറഞ്ഞു. അന്താരാഷ്ട്ര പ്രതിരോധ വിപണികളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയും ഉയർന്ന ഉൽപാദന നിലവാരത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ലോകകപ്പിനോടനുബന്ധിച്ച് കശ്മീർ നിർമ്മിത വില്ലോ ബാറ്റുകളുടെ ആവശ്യകതയും ഉയർന്നിരുന്നു. ഇന്ത്യയുടെ യുപിഐ സംവിധാനം ഒന്നിലധികം രാജ്യങ്ങളിൽ തടസ്സമില്ലാതെ ഡിജിറ്റൽ പേയ്മെന്റുകൾ സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബ്ലാക്ക് ഫ്രൈഡേ, സൈബർ മൺഡേ വിൽപ്പനകളിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആധിപത്യം ആഗോള ഇ കൊമേഴ്സ് വിപണികളിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യത്തെ തുറന്നുകാട്ടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുന്നത്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശം. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. കല്ലാർകുട്ടി, മലങ്കര, ലോവർ പെരിയാർ തുടങ്ങിയ സംഭരണികളിലെ ഷട്ടർ ഉയർത്തി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ഭവാനിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ വ്യാപക കൃഷിനാശമുണ്ടായി. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രയ്ക്ക് വിലക്കുണ്ട്. പാലക്കാട്, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത തുടരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 ടീമുകളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 5 വീടുകൾ പൂർണ്ണമായും 78 വീടുകൾ ഭാഗികമായും തകർന്നു. ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കണ്ണൂരിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിലും മഴക്കെടുതിയുടെ ദുരിതം രൂക്ഷമാണ്. ജില്ലയിൽ പലയിടത്തും മരങ്ങൾ വീണും മതിലിടിഞ്ഞും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. കൊട്ടിയൂർ പാൽച്ചുരം മാനന്തവാടി റോഡിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇന്ന് രാവിലെയും മണ്ണിടിച്ചിലുണ്ടായി. ഇന്നലെ രാത്രി കൂറ്റൻ പാറക്കെട്ടുകളാണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. രാവിലെയോടെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 7 എണ്ണം പൂർണ്ണമായും തുറന്നു. 9 എണ്ണം 100 സെന്റിമീറ്റർ കണ്ട് ഉയർത്തിയിട്ടുണ്ട്. ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യനെ തൃശൂർ കളക്ടറായി നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. വീണ എൻ മാധവനായിരിക്കും പുതിയ ലേബർ കമ്മീഷണർ. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള പരിശ്രമങ്ങളിൽ കൃഷിയും കാർഷിക അനുബന്ധ മേഖലകളും നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ 96ാമത് സ്ഥാപക ദിനാഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 വിളകളും ചടങ്ങിൽ അദ്ദേഹം പുറത്തിറക്കി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആത്മാവ് കൃഷിയാണെന്നും കർഷകർ അതിന്റെ നട്ടെല്ലാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മോദി സർക്കാർ കർഷകർക്ക് പ്രഥമ പരിഗണന നൽകുന്നതായും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഞായറാഴ്ച ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം യോഗത്തിൽ സർക്കാർ തേടും. ഈ മാസം 22 മുതൽ അടുത്ത മാസം 12 വരെയാണ് ബജറ്റ് സമ്മേളനം. കേന്ദ്ര ബജറ്റ് ജൂലൈ 23 അവതരിപ്പിക്കും. നിതി ആയോഗിന്റെ ഘടന കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർക്ക് പുറമെ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ കൂടി എക്സ് ഒഫീഷ്യോ അംഗമായി ഉൾപ്പെടുത്തി. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജെ.പി. നഡ്ഡ, എച്ച്.ഡി. കുമാരസ്വാമി, ജിതൻ റാം മാഞ്ചി, രാജീവ് രഞ്ജൻ സിംഗ്, വീരേന്ദ്രകുമാർ, രാംമോഹൻ നായിഡു, ജുവൽ ഒറാം, അന്നപൂർണ ദേവി, ചിരാഗ് പാസ്വാൻ, റാവു ഇന്ദ്രജിത് സിംഗ് എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കളായും ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതി ആയോഗ് അധ്യക്ഷനായും സുമൻ ബെറി ഉപാധ്യക്ഷനായും തുടരും. വി കെ സാരസ്വത്, പ്രൊഫസർ രമേശ് ചന്ദ്, ഡോക്ടർ വി കെ പോൾ, ആനന്ദ് വീരമണി എന്നിവരാണ് നിതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങൾ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആന്ധ്രാപ്രദേശിന്റെ സാമ്പത്തിക സ്ഥിതിയും 4 ധവളപത്രങ്ങളിലെ വിവരങ്ങളും അദ്ദേഹം കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. മുൻ സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗവും അഴിമതിയും ആന്ധ്രാപ്രദേശിനെ ദോഷകരമായി ബാധിച്ചെന്നും ശ്രീ നായിഡു പറഞ്ഞു. കേന്ദ്രവുമായി സഹകരിച്ച് സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും സമൂഹമാധ്യമങ്ങളിൽ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്താൻ പാടില്ലെന്ന് കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. ഗവർണറുടെ പരാതിയിലാണ് കോടതി താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടുത്ത മാസം 14 വരെയാണ് വിലക്ക്. ഗവർണർ ഭരണഘടനാ അധികാരിയാണെന്നും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പാടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വ്യക്തിസ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താനുള്ള അവകാശമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി സുസ്ഥിര വളർച്ച രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. മരുന്ന്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിലാണ് വർധന രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരവതാനികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് തുടങ്ങിയവയുടെ കയറ്റുമതിയിൽ വർധനയുണ്ടായിട്ടുണ്ടെങ്കിലും മുൻ മാസങ്ങളേക്കാൾ വളർച്ചാ നിരക്ക് കുറവാണെന്ന് ക്രിസിൽ റിപ്പോർട്ട് പറയുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, നോൺ ഫെറസ് ലോഹങ്ങൾ, തുണിത്തരങ്ങൾ, മരം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതിയിലും മുൻ മാസത്തെ അപേക്ഷിച്ച് വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞ് 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കക്കാരും ഉൾപ്പെടെ 16 ജീവനക്കാരെ കാണാതായി. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് ഒമാനിലെ വ്യാവസായിക തുറമുഖമായ ദുഖ്മിന് സമീപം മറിഞ്ഞത്. എണ്ണച്ചോർച്ചയുണ്ടായോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. യമനിലെ ഏദൻ തുറമുഖത്തേക്ക് പോകുന്നതിനിടെയാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒമാനിലെ മസ്കറ്റിൽ അലി ബിൻ അബി താലിബ് പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 9 ആയി. മരിച്ചവരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ഉൾപ്പെടെ 28 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. അജ്ഞാതരായ 3 തോക്കുധാരികളെ ഒമാനി സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 75 പ്രസംഗങ്ങളുടെ സമാഹാരമായ വിങ്സ് ടു അവർ ഹോപ്സ് ആദ്യ ഭാഗം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ പ്രകാശനം ചെയ്യും. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത്. മേയിൽ നടന്ന നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഐഐടി മദ്രാസ് നടത്തിയ പരിശോധനയിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായ സൂചന ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് സിബിഐയും തൽസ്ഥിതി റിപ്പോർട്ട് നൽകിയിരുന്നു. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്കയിൽ മറ്റന്നാൾ തുടക്കമാകും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനായി നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സംഘം ഇന്നലെ കൊളംബോയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ആഗോള വേദിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ മരണമടഞ്ഞ ക്രിസ്റ്റഫർ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കനത്ത മഴയിൽ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കർഷകർക്ക് മോദി സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി. ഒമാൻ തീരത്ത് എണ്ണക്കപ്പൽ മറിഞ്ഞ് 13 ഇന്ത്യക്കാരടക്കം 16 ജീവനക്കാരെ കാണാതായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.